കലാഞ്ചിയോ പ്ലാന്റിൻ്റെ കെയറിനെയും പ്രൊപ്പഗേഷനെയും കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കലാഞ്ചിയോ എന്ന ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നന്നായി നടക്കുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. ഫസ്റ്റ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് സ്റ്റെമ്മോ ലീഫോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മദർ പ്ലാന്റ് നശിച്ചു പോകും. അപ്പം നല്ലതായിട്ട് കെയർ ചെയ്ത പ്ലാന്റിനെ വേണം നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിൻ്റെ അടിയിൽ, അതായത് വെയിൽ കൊള്ളാത്തടുത്ത് സൂക്ഷിക്കണം. മൂന്നാമത്തത്, പ്രൊപ്പഗേഷനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിക്കകത്തുള്ള മണ്ണ് നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. നീർവാർച്ച എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് പെർലൈറ്റും കൊക്കോപീറ്റും സാധാ മണ്ണ്, അതായത് നമ്മുടെ ഗാർഡൻ സോയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നാലാമത്തത്, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത ഈ പ്ലാന്റിൻ്റെ സോയിൽ ഉണങ്ങുമ്പോൾ മാത്രം, അതായത് മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം നമുക്ക് വെള്ളം കൊടുത്താൽ മതിയാവും. എപ്പോഴും ഈ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അഞ്ചാമത്തത്, നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റെമ്മോ അഥവാ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ പ്രൊപ്പഗേഷൻ എടുക്കുന്ന സ്റ്റെമ്മിനകത്ത് 2-3 ലീവ്സ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് താഴ്ത്തി മാത്രം നമ്മുടെ സ്റ്റെമ്മ് നട്ടാൽ മതിയാവും. ബാക്കി വരുന്ന ലീവ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കലാഞ്ചിയോ പ്ലാന്റിൽ നന്നായിട്ട് വെള്ളം നിൽക്കുന്ന സ്റ്റെമ്മും ലീഫും ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചാൽ തന്നെ മാക്സിമം ചെടിച്ചട്ടിയിൽ വെള്ളം നിൽക്കാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. അതുപോലെ തന്നെ സ്റ്റെമ്മിലും ലീഫിലും വെള്ളം അധികം തങ്ങാതെ രീതിയിൽ വെള്ളം ഒഴിക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. മണ്ണിന് നല്ല നീർവാർച്ച ഉണ്ടാവണം. ചെടിച്ചട്ടിയിലെ ഹോൾസ് എല്ലാം ഓപ്പൺ ആക്കിയിരിക്കണം. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് പ്രൊപ്പഗേഷൻ നടത്തിയ ഒരു സ്റ്റെമ്മും അതുപോലെ തന്നെ കുറച്ച് ലീവ്സുമാണ് ഇതുള്ളത്. ഇത് കിളുക്കുമോ ഇല്ലയോ എന്ന് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലാണ് ഫോളോ